എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ക്ലാസ് ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലും നല്ല ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് MS വേർഡിന്റെ നല്ല കിടിലൻ ട്രിക്സ് ആണ്. അപ്പൊ ഓഫീസുകളിലും നമുക്ക് കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സെമിനാറിനും അസൈൻമെന്റിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. MS വേർഡില് സെക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം കുറച്ചു പേർക്കൊക്കെ ഡൗട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെക്ഷൻ ബ്രേക്ക് ഒക്കെ ഇത്രയ്ക്ക് എളുപ്പമായിരുന്നോ എന്നൊക്കെ മനസ്സിലാകും. ഒരു പ്രയാസമില്ല, നമ്മൾ എളുപ്പത്തിൽ തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ക്ലാസ്സുകൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ MS വേർഡിന്റെ നല്ല അടിപൊളി ട്രിക്സ് ഒക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളൊക്കെ വളരെ പ്രയാസമാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ആ ഒരു സെക്ഷൻ ബ്രേക്കിന്റെ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ MS വേർഡില് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഞാനിപ്പോ ചെയ്ത് കാണിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഡാറ്റ വേണം. അപ്പൊ ആ ഒരു ഡാറ്റ ഞാനിരുന്ന് ടൈപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും കോപ്പി ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് MS വേർഡിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് MS വേർഡ് തന്നെ നമുക്ക് തരുവാണ്, നിങ്ങൾ ചെയ്തങ്ങ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തത് നമുക്ക് തരും. അപ്പൊ അത് നമ്മുടെ പഴയ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇപ്പൊ അറിയാം. പുതിയതായിട്ട് നമ്മളുടെ ഇപ്പൊ കണ്ടു തുടങ്ങുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യം MS വേർഡ് നമുക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. നമുക്ക് ടൈപ്പ് ചെയ്ത കുറെ കാര്യം MS വേർഡ് തരുമെന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം MS വേർഡിന്റെ പേജ് എടുക്കുക, അതിലോട്ട് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് റാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിന് ശേഷം ഷിഫ്റ്റും അതുപോലെ തന്നെ ആൽഫബറ്റ് 9 ഈ രണ്ട് കീയും കൂടെ ഒരേ സമയം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് കിട്ടും. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പണിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് എത്ര പാരഗ്രാഫ് വേണം, അതായത് എത്ര പാരഗ്രാഫ് ഉള്ള ഒരു ഡാറ്റയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം കൂടെ കൊടുക്കുക. ഞാനിപ്പോ ജസ്റ്റ് 25 എന്ന് കൊടുക്കുക. അതായത് 25 പാരഗ്രാഫ് ഉള്ള ഒരു ഡാറ്റ എനിക്ക് വേണം. ഇനി കോമ ഇട്ടു. അതിനുശേഷം ഈ ഓരോ പാരഗ്രാഫിലും എത്ര ലൈൻസ്, എത്ര സെന്റൻസ് വീതം വേണമെന്നും നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് 5 എന്ന് കൊടുക്കുക. അതായത് 25 പാരഗ്രാഫ് വേണം, ഓരോ പാരഗ്രാഫിലും 5 ലൈൻസ് വെച്ച് 5 സെന്റൻസ് വെച്ച് വേണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ആ ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം, എങ്കിലേ ആ ഒരു കമാൻഡ് വർക്ക് ആകത്തുള്ളൂ. അപ്പം ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 0-യിലാണ്. 0 ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 0-യേ വരത്തുള്ളൂ, ക്ലോസിംഗ് ബ്രാക്കറ്റ് വരത്തില്ല. അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉള്ള 0-യിലും പ്രസ് ചെയ്യുക. ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ്ഡ് അവിടെ വരത്തുള്ളൂ. ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരണമെങ്കിലും ക്ലോസിംഗ് ബ്രാക്കറ്റ് വരണമെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ എന്റർ കീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനിയാണ് നമ്മൾ നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വരുന്നത്. അതായത് സെക്ഷൻ ബ്രേക്ക് എന്താണ്, അത് എങ്ങനെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന്. അതിനുവേണ്ടി നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഡോക്യുമെന്റിനെ എനിക്ക് 2 കോളത്തിലേക്ക് ആക്കണം. 2 അല്ലെങ്കിൽ 3 നമുക്ക് എത്ര കോളത്തിൽ വേണമെങ്കിലും ആക്കാനായിട്ട് പറ്റും. ഇപ്പൊ അത് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ ന്യൂസ് പേപ്പർ ഒക്കെ കാണുവാണെങ്കിൽ അറിയാൻ സാധിക്കും. അതിനകത്ത് ഇങ്ങനെ കോളം പോലെ അല്ലേ നമുക്ക് അതിനകത്തെ മാറ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ കാണിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അത് മനസ്സിലാകും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡാറ്റ ഞാനിപ്പോ 2 കോളത്തിലാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ കുറെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞപ്പം അത് 2 കോളത്തിലാക്കി മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ ടൈറ്റിലായിട്ട് കൊടുത്ത മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ളത് ആ ഒരു ഡോക്യുമെന്റിന്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കത് വേണ്ടത് സെന്ററിൽ തന്നെയായിരുന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ
സെന്ററിലായിരുന്നു. നമ്മൾ അതിനെ 2 കോളം ആക്കിയപ്പോൾ അത് സൈഡിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഇത് സൈഡിലല്ല നമുക്ക് വരേണ്ടത്, സെന്ററിൽ വരണമായിരുന്നു. അപ്പൊ അതെങ്ങനെ നമുക്ക് സെന്ററിൽ കൊണ്ടുവന്ന് ഇതിനെ 2 കോളമാക്കി സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പം 2 കോളമാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, മൗസ് എവിടെങ്കിലും വെച്ചോട്ടെ, കുഴപ്പമില്ല. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തോട്ടെ. ഇപ്പൊ MS വേർഡിന്റെ ഇവിടെ ആയാലും ഈ ഡോക്യുമെന്റിന്റെ എവിടെ ആയാലും ക്ലിക്ക് ചെയ്താൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, കോളം ആക്കാനായിട്ട് മുകളിലത്തെ ടാബുകൾ നോക്കുകയാണെങ്കിൽ ഹോം ടാബ് ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഡ്രോ ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ലേഔട്ട് എന്ന് പറയുന്ന ഒരു ടാബും ഉണ്ട്. അപ്പൊ നമുക്ക് അതിനാവശ്യം ഈ ലേഔട്ട് എന്ന് പറയുന്ന ടാബാണ്. അപ്പൊ ഈ ലേഔട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഈ ലേഔട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്പെല്ലിംഗ് LAYOUT, അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഒന്നുകിൽ എല്ലിലോട്ട്, അല്ലെങ്കിൽ A, അല്ലെങ്കിൽ Y, അല്ലെങ്കിൽ OUT, ഇതിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി, നമ്മുടെ ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ട് ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ടാബ് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലേഔട്ട് എന്ന് പറയുന്ന ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ നമുക്ക് കാണാം, താഴെ കാണാം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സബ് ഗ്രൂപ്പുകൾ കാണാം. ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. മൂന്നാമത്തത് അറേഞ്ച് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പില് കോളംസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അപ്പൊ ഈ കോളംസ് എന്ന് പറയുന്ന കമാൻഡ് ആണ് നമുക്ക് ആവശ്യം. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റയെ നമ്മൾ കോളത്തിലാക്കാൻ പോവാണ്. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം, ഈ കോളംസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് ചുമ്മാ ഒന്നുകൊണ്ട് മൗസ് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഈ കോളം എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. നമ്മൾ ആ കോളംസ് എന്ന് പറയുന്ന അതിലോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ബോക്സ് പോലെ വരും. അപ്പൊ ആ ബോക്സ് പോലെ വരുന്നതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ആ കോളം എന്ന് പറയുന്ന കാര്യം നമ്മൾ സെലക്ട് ചെയ്താലേ നമുക്ക് അതിനകത്ത് എത്ര ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. അപ്പൊ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കാണാം 1 2 3 ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ഒരു കോളത്തിൽ വേണോ, നമുക്ക് ഇപ്പൊ കിടക്കുന്ന ഒരു കോളമാണ്, ഇനി 2 വേണോ, 3 വേണോ, ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആക്കാൻ പോകുന്നത് 2 കോളമാണ്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു 2 എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് ഈ 1 2 3 അല്ല, വേറെ കുറെ കോളം വേണം, 5 10 വേണം, അങ്ങനെയെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഈ മോർ കോളംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കോളംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടോട്ട് നമുക്ക് ആവശ്യമുള്ള നമ്പർ, ഇപ്പൊ 10 ആണെങ്കിൽ 10 ടൈപ്പ് ചെയ്യുക, ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇതാ 10 കോളത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു കോളം, 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 കോളത്തിലാക്കി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ 2 കോളം വെച്ച് നമ്മൾ പറയാൻ പോവാണ്. ലേഔട്ട് ടാബ് ചൂസ് ചെയ്തു, കോളംസ് സെലക്ട് ചെയ്തു, ഈ 2 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ 2 എന്ന് പറയുന്നതിലോട്ട് നമ്മളിങ്ങനെ മൗസ് പോയിന്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഡാറ്റ 2 കോളത്തിലായിട്ട് വന്നു. പക്ഷെ പ്രശ്നം എന്താണ്, ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റില് സൈഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ടൈറ്റില് സെന്ററിൽ വരണമായിരുന്നു. അപ്പൊ അങ്ങനെ സെന്ററിൽ വരാൻ വേണ്ടി നമുക്ക് ഈ ഒരു സാഹചര്യത്തില് നമുക്ക് ഇങ്ങനെ സെന്ററിലാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ വന്നത് സൈഡിലാണ് വന്നത്. അപ്പൊ ഇങ്ങനെ സെന്ററിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇവിടെ സെക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് കോളം ആക്കുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ ഒരു സെക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാൻ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ടൈറ്റിൽ ഏതാണോ, അതായത് ടൈറ്റിലാണ് നമുക്ക് സെന്ററിൽ വരണ്ടേ, ആ സെന്ററിൽ വരേണ്ട ആ ഒരു കാര്യത്തിന്റെ അവസാനം, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നതിന്റെ അവസാനം D എന്നുള്ളിടത്തോട്ട് ഞാൻ മൗസ് ഇങ്ങനെ കൊണ്ടുവച്ചു. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് കർസർ വന്നു. കർസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ കണ്ടില്ലേ, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, അതായത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് ഈ ഒരു കർസർ. ഇപ്പൊ മൗസ് ഇരിക്കുന്നത് ഈ ഒരു അവസാനമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലേഔട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം
ലേഔട്ട് എന്ന് പറയുന്ന ടാബിലെ ആദ്യത്തെ ഗ്രൂപ്പ് തന്നെ നമ്മൾ കോളം കമാൻഡ് എടുത്ത പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ഈ ബ്രേക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലോട്ട്, അതായത് ബ്രേക്സ് ആണെങ്കിൽ ബ്രേക്സിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക, അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ പേജ് ബ്രേക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ ബ്രേക്സ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം സെക്ഷൻ ബ്രേക്ക് ആണ്. ആ സെക്ഷൻ ബ്രേക്കിലെ നെക്സ്റ്റ് പേജ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ഈവൻ പേജ് ഉണ്ട്, ഓഡ് പേജ് ഉണ്ട്. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എന്ന് പറയുന്നതാണ്. അതായത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് ആ പേജിൽ തന്നെ വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ കാണാം ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ സെക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലൈൻ താഴോട്ട് വന്നിട്ടുണ്ട് കർസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു എക്സ്ട്രാ ലൈൻ വന്നതാണ്, നേരത്തെ ഇല്ലായിരുന്നു. നമ്മൾ സെക്ഷൻ ബ്രേക്ക് കൊടുത്തപ്പം എക്സ്ട്രാ ഒരു ലൈൻ വന്നതാണ്. അപ്പൊ ആ ഒരു ലൈൻ നമുക്ക് വേണ്ട, അത് കളയണം. കളയാനായിട്ട് നമ്മുടെ ഈ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വീഡിയോ പ്രൊവൈഡ്സ് എന്ന് പറയുന്നതാണ് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ അവിടോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ ചുമ്മാ വീഡിയോ അവിടോട്ട് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ കർസർ അവിടെ ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്പേസ് കളയാനായിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അതായത് പുറകിലോട്ടുള്ള സ്പേസ് കളയാനായിട്ട് ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ മണ്ടയ്ക്ക് വന്ന പുറകിലോട്ടുള്ള സ്പേസ് അങ്ങ് പോയി. ഇനി നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കർസർ എവിടെ വേണമെങ്കിലും ഇരുന്നോട്ടെ, ഏത് സ്ഥലത്ത് വേണമെങ്കിലും, സ്റ്റാർട്ടിങ്ങിലോ ഇടയ്ക്കോ അവസാനമോ എവിടെ വേണമെങ്കിലും ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഈ ലേഔട്ട് ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും കോളംസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. 2 നമുക്ക് 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, നമ്മുടെ ഇഷ്ടമുള്ള അത്രയും കോളം സെലക്ട് ചെയ്യുക. ഞാനിപ്പോ 2 ആണ് സെലക്ട് ചെയ്തത്. ഇപ്പൊ 2 സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടൈറ്റിൽ സെന്ററിൽ തന്നെ വന്നു, ബാക്കിയുള്ള കണ്ടന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എത്ര കോളം വേണമെങ്കിലും ആക്കാം. അതുപോലെ തന്നെ ആ ടൈറ്റിലിനെ നമുക്ക് സെന്ററിൽ കൊണ്ടുവരാനും പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സെക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അസൈൻമെന്റുകളും അതുപോലെ തന്നെ സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പൊ എല്ലാവരും ഈ ഒരു സെക്ഷൻ ബ്രേക്ക് ഇന്ന് തന്നെ പഠിക്കണം. ഇന്ന് തന്നെ സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. നമുക്ക് ഈ ഒരു കണ്ടന്റ്, ഈ ഒരു ഡാറ്റ നമുക്ക് കോളത്തിലാക്കണം. ഇപ്പൊ 2, 3, 4, 5 കോളത്തിലാക്കണം. ആ കോളത്തിലാക്കുമ്പോൾ ഈ ഒരു ടൈറ്റിൽ സെന്ററിൽ തന്നെ വരണം. സെന്ററിൽ തന്നെ വരണമെങ്കിൽ അല്ലാതെ ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനെ ഞാൻ ലേഔട്ടിൽ നിന്നും കോളം ടാബ് എടുത്തു, 2 കോളം ആക്കി. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നേരത്തെ നമ്മൾ സെക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്, സൈഡിൽ വരും. പക്ഷെ നമുക്ക് ഈ ഒരു കണ്ടന്റ് സെന്ററിൽ തന്നെ വരണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം സെക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. നമുക്ക് ഈ ഒരു ടൈറ്റിലിന്റെ അവസാനം, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ടൈറ്റിലിന്റെ അവസാനം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ അവസാനത്തോട്ട് മൗസ് കൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർസർ ഇരിക്കുന്നത് ഇവിടെയാണ്. അതായത് മൗസ് ഇരിക്കുന്നത് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ടൈറ്റിലിന്റെ അവസാനം ഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ചെയ്യേണ്ട കാര്യം ലേഔട്ട് ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ബ്രേക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ സെക്ഷൻ ബ്രേക്ക് കാണാം, അവിടെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതായത് ആ പേജിൽ തന്നെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് എന്ന ബ്രേക്ക് കൊടുത്തപ്പോൾ എക്സ്ട്രാ ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്പേസ് കളയാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം കർസർ അവിടെ വന്നിട്ടുണ്ട്. ഇനി കീബോർഡിലെ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു എക്സ്ട്രാ സ്പേസ് അവിടെ നിന്ന് പോകും. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം ലേഔട്ട് ടാബിൽ നിന്നും കോളത്തിൽ നിന്നും 2 കോളം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റ 2 കോളത്തിൽ വന്നു, അതുപോലെ തന്നെ ടൈറ്റിൽ സെന്ററിലും വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് 2-3 തവണയൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ എന്നിവിടെ പറയുക. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം പുതിയ സിസ്റ്റം മേടിച്ചു, ലാപ്ടോപ്പ് മേടിച്ചു എന്നൊക്കെ ഡെയിലി പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജായിട്ടും കമന്റ് ആയിട്ടും എല്ലാവരുടെയും
കാര്യങ്ങളും വിശേഷങ്ങളും അറിയുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റ.